ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നല്ല ഫ്ലഫി ആയിട്ടുള്ള പഴംപൊരി അതാണ് ഇന്നത്തേത്. വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ മാവ് കേട്ടോ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കേട്ടോ, വറുത്തരിപ്പൊടി തന്നെയാണ് ഇടുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ 1/4 ടീസ്പൂൺ ഈസ്റ്റ് കേട്ടോ, ഒരു അല്പം ഉപ്പ്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ നല്ല മധുരം ഉണ്ടെങ്കിൽ മധുരം കുറച്ചിട്ടാൽ മതി, ഇല്ലെങ്കിൽ പഞ്ചസാര. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി. പിന്നെ ഇളം ചൂടുള്ള വെള്ളം കേട്ടോ, നല്ല കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന ചൂടുള്ള വെള്ളം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ച് സാധാരണ നമ്മൾ പഴംപൊരിക്ക് സാധാരണ മിക്സ് ചെയ്യും പോലെ മിക്സ് ചെയ്ത് വയ്ക്കും. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തിച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി പഴം എടുക്കാം. അധികം പഴുക്കാത്ത പഴമാണ് എനിക്കിവിടെ ഇഷ്ടം കേട്ടോ. അപ്പം അതുകൊണ്ട് ചില ആൾക്കാർക്ക് നല്ല പഴുത്ത പഴത്തിൽ പഴംപൊരി ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മാറ്റിക്കൊള്ളണം കേട്ടോ. നല്ല പഴുത്ത പഴമാണെങ്കിൽ 2ആയിട്ടോ അല്ലെങ്കിൽ 3ആയിട്ടോ ഒക്കെ ചെയ്യാവുള്ളൂ. അതല്ല പഴുപ്പ് കുറഞ്ഞ പഴമാണെങ്കിൽ നമുക്കൊരു 4 വരെയൊക്കെ ചെയ്യാം. അപ്പോൾ കാരണം അല്ലെങ്കിൽ പൊട്ടിപ്പോവും കേട്ടോ, അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. പഴമായി നമ്മുടെ ബാറ്റർ ഇതാ റെഡിയാണ്, രണ്ടും റെഡിയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആദ്യം പഴം എടുക്കുക, ഈ ബാറ്ററിൽ ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്ത് വയ്ക്കുക. ഇത് ഈസ്റ്റ് ചേർത്തത് കൊണ്ട് തന്നെ നല്ല പൊന്തിച്ചിരിക്കുകയായിരിക്കും മാവ്. അപ്പോൾ എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ ഓയില് തിളച്ച് കിടപ്പുണ്ട് കേട്ടോ, നല്ല ചൂടായി കിടക്കുന്ന ഓയിലിലോട്ട് വേണം ഇടാൻ. ഓയിൽ നന്നായിട്ട് ചൂടായി തന്നെ കിടപ്പുണ്ട്. അടുത്ത സ്റ്റെപ്പും ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയും കോരി മാറ്റാം കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.